ഹേ ഗൈസ്, വെൽക്കം ടു എ പുതിയൊരു വ്ളോഗ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട് ആ പശുവിൻ്റെ കരച്ചിൽ ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഏകദേശം കുറേ ദിവസമായി ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിലീഫ് കിട്ടുന്ന ഒരു സംഭവമാണ് വ്ളോഗ് ചെയ്യുക, ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാണ്ടിരിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതും കുറച്ച് കുറവാണ്, സമയത്തൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല മെലിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. എനിക്ക് ഏതാണ്ട് 68 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഷുഗർ കട്ടൊക്കെ ചെയ്ത സമയത്ത് ഞാൻ 65 അപ്പം ഞാൻ ഡെയിലി വന്ന് വെയിറ്റ് നോക്കാറുണ്ട്. അപ്പം ഇന്നലത്തെ വെയിറ്റ് 62 61 കേട്ടോ. മീനൊന്നും കൊണ്ടുവന്നില്ല. മീനൊന്നുമില്ല, അതൊക്കെ മതി. മീനില്ലല്ലേ? മീനൊന്നുമില്ല. പഴങ്കഞ്ഞി, ചമ്മന്തി, മുളക്, ഇത്രേ ഉള്ളൂ. കൊള്ളാം, പക്ഷെ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. മീൻ പൊരിച്ചില്ല, കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ നരച്ച് അതൊക്കെ ഡൈ അടി. അതുകൊണ്ട് പോയിട്ടെ. ഇപ്പൊ കഴിച്ചിന് അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. ആ വണ്ടിയുടെ കീഞ്ഞെടുത്ത് കുറച്ച് നേരം അച്ഛൻ്റെ അടുത്തോട്ട് പോയിരിക്കാം. ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാന്ന് തോന്നുന്നു. ഇന്നലെയും പോയായിരുന്നു. പറ്റുവാണെങ്കിൽ ഇന്ന് JCB ഓടിക്കുകയും കൂടെ ചെയ്യാം. അതുകൊണ്ട് 1.5 വർഷമായിരുന്നു JCB ഓടിച്ചിട്ട്. മറന്നുപോയാന്തോ. എന്തായാലും പോയിട്ട്. ബൈ ദ ബൈ ഗൈസ്, നമ്മുടെ മറ്റേ ബലേനല്ല, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാട്ടോ. പക്ഷെ കാണുമ്പോൾ പെട്ടെന്ന് ഒരേ കണക്ക് തോന്നും. ഇത് പക്ഷേ പഴയ മോഡലാണ്. ലെറ്റ്സ് ഗോ. അങ്ങ് ഇറക്കിക്കൂടാது. പോട്ടാ, ടാറ്റ. അച്ഛൻ്റെ അടുത്ത് എത്തി ഗൈസ്. ഇവിടെ പണിയില്ലല്ലേ? ഇതാണോ പണി? പമ്പിലാണ് കേട്ടാ, പെട്രോൾ പമ്പിലാണ്. വേറെ പണിയില്ലല്ലേ? പക്ഷേ നീ കുറച്ച് ടഫായിട്ടുള്ള ജോലി വേണം, എന്നാലേ ചെയ്യൊരു രസമുള്ളൂ. കുറെ നാളായിട്ടോ JCB മേടിച്ചിട്ട്. ഈ സീറ്റൊക്കെ പോയല്ലേ, മൊത്തം പൊത്ത്. പഴയ വണ്ടി കേട്ടോ. ഈ വണ്ടി എടുത്തിട്ട് എത്ര നാളായച്ചാ? 14 വർഷമായി കേട്ടോ. ഇപ്പൊ രണ്ട് ഇവിടൊക്കെ ഫുള്ള് തുരുമ്പൊക്കെ ആയി. ഫാനൊക്കെ നോക്കിയേ. അയ്യോ, താഴെ പോയി. സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കണ്ടക്കി സ്റ്റാർട്ടായി. മറന്നില്ല. ബാക്കിലോട്ട് ഇടാല്ലേ? എല്ലാം വർക്കിംഗ് ഒക്കെ കേട്ടോ. ഇത് റിവേഴ്സ് ഗിയർ ആണ് കേട്ടോ. ഇതിന്റെ ഇത് ഫോർവേഡ് വീണില്ലല്ലോ. ഫോർവേഡ് വീണ്. AC അല്ലാത്തോണ്ടേ ഭയങ്കര ചൂടാട്ടോ. ജോലിയൊക്കെ ചെയ്ത് ഇച്ചിരി പണിയുണ്ട്. ആ തുമ്പിക്കൈ കൊണ്ടാണ്, തുമ്പിക്കൈ. അങ്ങോട്ട് പോവാൻ അങ്ങോട്ട് ചിക്കി മതി. പിള്ളേര് കളിക്കാനുള്ള സാധനം കേട്ടോ ഇത്. ഇതിനകത്ത് ഒരുപാട് പേര് ഇരിക്കാൻ പറ്റൂല കേട്ടോ, ഭയങ്കര ചൂടാ. കുറച്ച് ഓടിച്ചു കേട്ടോ, അത്രയും മതി. ഇനി ഇതിൽ കൂടുതൽ ഞാൻ ഓടിച്ച വണ്ടി പൊളിയും. ഇവിടെ ഒരു ബസ് കിടന്നു കേട്ടോ. അച്ഛൻ ബസ്സിനകത്ത് കയറിയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുക. എനിക്ക് ഹെവി ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഓടിക്കുന്നില്ല. ഞാൻ ഇതുവരെ ബസ് ഓടിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് വലിയ വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് വേണ്ട. ആ ഓടിക്ക്, എടുക്ക്.
ഡോറൊക്കെ തുറന്നു നടക്കുവാട്ടോ, ഇത് അടയത്തില്ലേ. വലിയ ബ്രേക്ക് കിട്ടി ഞാൻ ഇതുവഴി അങ്ങ് താഴെ പോകും. എന്തൊരു വീട്ടിലെ സ്വിച്ച് ഒക്കെ ഇട്ടേക്കും നോക്ക്, മുത്തു സ്വിച്ച്. പാട്ടിൻ്റെ ഒക്കെ ആണെന്ന് തോന്നു കേട്ടോ. അതെന്ത് പക്ഷെ കൊള്ളാല്ലേ ഇതിന്റെ ഫ്രണ്ട് ഇരിക്കാൻ. ഇവിടൊക്കെ ഇരിക്കാൻ പറ്റുമല്ലേ? ഫുള്ള് സെറ്റപ്പ് ആട്ടോ. ഇതിന് എത്ര ഗിയർ ഉണ്ടോ ചാ? 5 ഉള്ളോ? ഒരു 7-8 വേണം. വലിയ വണ്ടിയല്ലേ. എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു, അല്ലേ ഞാൻ തകർത്തേനെ കേട്ടോ. ലൈസൻസ് ഇല്ലാതെ അച്ഛന്റെ ഭാഗ്യം. ഈ മാവന്റെ വണ്ടിയാട്ടോ. വേറെ ബസ് ഉണ്ടോ? ഈ ഒരു ബസ്സല്ലേ? മാമനും ഞാനും ഒക്കെ ഒരേ ലെവലിൽ കഷ്ടപ്പെട്ടു വന്നവരാ. മാമനും കണക്ക് ഒന്നുമില്ലാതെ വണ്ടിയൊക്കെ എടുത്ത് പാറയും ചുമന്ന് വണ്ടിപ്പണി എടുത്ത് ബസ്സൊക്കെ ഉണ്ട്, JCB ഉണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പൊ വീട്ടിലോട്ട് പോവാം. ഫുഡ് കഴിച്ചാ? കഴിച്ചു. എന്തായാലും കേസ് ഇപ്പോൾ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോയിട്ട് അമ്മ നല്ല മീൻകറിയും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. വീട്ടിലെത്തിയ സുഹൃത്തുക്കളെ എന്തിരിക്കുന്നു? അവിയലാ. ഇനി ഒന്ന് പോയി മുടിയൊക്കെ ഒന്ന് വെട്ടണം. നാളെ പോയി കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ച തോന്നുന്നു. അല്ല, സാധാരണ ഞാൻ മുടി വെട്ടുന്ന ആലോചിക്കുന്ന ചൊവ്വാഴ്ചയാ. ഇന്ന് ബുധനാഴ്ച കണ്ടില്ലേ? JCB ഓടിച്ച് കൊറേ നാളായില്ലേ JCB ഒക്കെ ഓടിച്ച് മറന്നൊന്നുമില്ല, ഓർമ്മയൊക്കെ ഉണ്ട്. പഠിച്ചതൊന്നും മറന്നിട്ടില്ല എന്തായാലും. എന്നിട്ട് മൊത്തത്തിൽ ഒരു മ്ലാനതയായിരുന്നു. ഞാൻ ഇനി കുറച്ചു നേരം പോയി പുസ്തകം വായിക്കാം. എനിക്ക് പുതിയ പുതിയ ശീലങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നല്ലൊരു ഐഡിയ ഇല്ലേ? അമ്മ പറഞ്ഞു തന്നതാ ഈ പുസ്തകമൊക്കെ വായിക്കണമെന്ന് പറഞ്ഞു. വായിക്കുമ്പോ നമുക്ക് ഉറക്കം വരും. കൊച്ചു മെയിൻ ഉറക്കം ഇല്ലെങ്കിൽ മെയിനായിട്ട് കുറച്ച് ഓവർ തിങ്കിങ് കൂടുതലാ. അപ്പോഴത്തേന് നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പുസ്തകം വായന തുടങ്ങി. ഞാൻ ഇങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങും, കിടന്നുറങ്ങും രാത്രി. പക്ഷെ വായിച്ച പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ. അതുകൊണ്ട് വായനശീലം നല്ലതാണ്, ഉറക്കമൊക്കെ പെട്ടെന്ന് വരും. ഇനി കുറച്ചു നേരം പോയിരുന്ന പുസ്തകം വായിക്കാം. മീൻകറി അവളെ തിളക്കുന്നുണ്ട്. എണീറ്റ് പോ. ഹേ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. അതെ ഗൈസ്, ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഇനി ഒരു 10-10:30 ആകുമ്പോഴത്തേനും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഹോപ്പ് യു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. കിടില സൈക്കിൾ കിട്ടിയിട്ടാ, വലിയ സൈക്കിൾ. എന്നമ്മ അപ്പോൾ ഓക്കെ ബൈ. വീഡിയോ കാണാവേ. ബ്രേക്ക് ഉണ്ട്. ചവിട്ടാൻ പറ്റൂല. വലിയ പാടാട്ടെ ഇത് ചവിട്ടാൻ.